ഇന്ന് നമ്മൾ യാത്ര തിരിക്കുന്നത് മഹദിയായ മൈമൂന ബീവി റളിയല്ലാഹു അൻഹയുടെ മഖ്ബറ കാണുന്നതിന് വേണ്ടിയാണ്. കഅബാലയത്തിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ ദൂരം. ആയിഷ പള്ളിയുടെ ഓരത്ത് നിന്ന് മദീനയിലേക്കുള്ള റോഡ്, വാദി സ്വാലിഫ് എന്ന പ്രദേശം, അവിടെയാണ് മഹദിയുടെ മഖ്ബറ സ്ഥിതി ചെയ്യുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന ഭാര്യ മൈമൂന ബീവി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൈമൂന ബീവിയെ മക്കയിൽ വെച്ച് വിവാഹം കഴിക്കണം എന്നാണ് ആഗ്രഹിച്ചത്. എന്നാൽ മക്കക്കാർ അത് സമ്മതിച്ചില്ല. നബി തങ്ങളും മൈമൂന ബീവിയുടെ വിവാഹം നടന്നത് വാദി സ്വാലിഫ് എന്ന പ്രദേശത്ത് വെച്ചാണ്. വിവാഹത്തിന് ശേഷം ഏകദേശം 6 വർഷമാകുമ്പോഴേക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്നാൽ 40 വർഷത്തോളം ശേഷം മഹദി പിന്നീട് ജീവിച്ചു എന്നാണ് ചരിത്രരേഖകളിൽ കാണപ്പെടുന്നത്. 40 വർഷത്തിന് ശേഷം മഹദി ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മക്കയിലെത്തി. തിരിച്ച് മദീനത്തേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴി വാദി സ്വാലിഫിൽ വെച്ച് മഹദിക്ക് പ്രയാസങ്ങൾ നേരിട്ടു. മഹദി അവിടെ വെച്ച് മരിക്കും എന്നുറപ്പായ സമയം തൻ്റെ കൂടെയുള്ള സ്വഹാബത്തിനോട് മഹദി പറഞ്ഞത്, വാദി സ്വാലിഫിൽ വെച്ചാണ് മുത്തുനബി എന്നെ വിവാഹം കഴിച്ചത്. ഞാൻ മരിച്ചാൽ ഇവിടെ തന്നെ നിങ്ങൾ എന്നെ മറമാടുകയും വേണം. മഹദിയുടെ വാക്ക് സ്വഹാബത്ത് അംഗീകരിച്ചു. മൈമൂന ബീവി ഈ ലോകത്തോട് വിട പറഞ്ഞു. മുത്തുനബി തന്നെ വിവാഹം കഴിച്ച അതേ സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുകയാണ് മഹദി. നാളെ മുത്തുനബിയോടൊപ്പം മഹദിമാരോടൊപ്പം സ്വർഗീയ ഭവനം അലങ്കരിക്കാൻ അള്ളാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ. ഈ മഖ്ബറ കാണാനും വിശുദ്ധ ഖുർആൻ ഓതാനും അവരിലേക്ക് ഹദീസ് ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.